ബിഗ് ബോസ് വീട്ടിൽ അടുത്ത ടാസ്ക് എത്തിയിരിക്കുകയാണ്. സ്വേച്ഛാധിപതികൾ. ഈ ആഴ്ചയിൽ 3 ഘട്ടമായിട്ടായിരിക്കും ഈ ടാസ്ക് നടക്കുന്നത്. ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ആദ്യ അറിയിപ്പ് ലഭിക്കുമ്പോൾ 15 പേരും 15 കാൽപ്പാടുകളിൽ പോയി നിൽക്കുക. ഗാർഡൻ ഏരിയയിലായിരിക്കും ഇത് നടക്കുന്നത്. ക്യാപ്റ്റൻ ഒഴികെ ബാക്കി 15 പേരും ആ കാൽപ്പാടുകളിൽ തന്നെ നിൽക്കണം. ക്യാപ്റ്റൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന റെഡ് ബോക്സിനകത്താണ് നിൽക്കേണ്ടത്. ആദ്യഘട്ടത്തിൽ നിന്ന് ഈ 15 പേരിൽ നിന്ന് 6 പേരെ തിരഞ്ഞെടുക്കുക എന്നതാണ് ആദ്യത്തെ ടാസ്ക്. ചോദ്യോത്തര വേളയിലൂടെയായിരിക്കും ഇത് നടക്കുന്നത്. ബിഗ് ബോസ് വീട്ടിൽ സ്വേച്ഛാധിപതികളാകാൻ താല്പര്യമുള്ളവർ പോഡിയത്തിന് മുമ്പിൽ വന്നു നിൽക്കുക. മറ്റു മത്സരാർത്ഥികളെല്ലാവരും ചേർന്ന് അയാളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകുക എന്നതാണ് ടാസ്ക്. 3 മിനിറ്റ് സമയം മാത്രമായിരിക്കും ഇതിന് അനുവദിക്കുക. ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അതേപോലെ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാനും ആകെപ്പാട് ലഭിക്കുന്നത് വെറും 3 മിനിറ്റ് മാത്രം. ആദ്യത്തെ റൗണ്ടിൽ വന്ന അനീഷേട്ടനാണ്. അനീഷേട്ടനോട് ചോദ്യം ചോദിച്ചത് ഒനിയിലാണ്. ബിഗ് ബോസ് വീട്ടിൽ ചക്കിയിട്ടപ്പോൾ മൊയര് ചത്തു എന്ന് പറഞ്ഞതുപോലെ ആദ്യത്തെ ക്യാപ്റ്റനായത് നിങ്ങളാണ്. നിങ്ങൾ ഒരു ടാസ്കും ചെയ്യാതെയാണ് ഈ ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റനായത്. മറ്റ് പല ക്യാപ്റ്റന്മാരും ഓരോ ടാസ്കിലൂടെ വിജയിച്ചാണ് ക്യാപ്റ്റനായത്. നിങ്ങൾ മാത്രമാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും പോയി ഒരു ജോലിയും ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ ഈ സ്വേച്ഛാധിപതി ആയിക്കഴിഞ്ഞാൽ തന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ ആരെയായിരിക്കും നിങ്ങൾ ടോർച്ചർ ചെയ്യാൻ പോകുന്നത്? അതിനുള്ള കൃത്യമായ മറുപടി അനീഷേട്ടൻ കൊടുക്കുകയും ചെയ്തു. സ്വേച്ഛാധിപതി എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരെയും അടിച്ചമർത്തി ഇവിടെ ഞാൻ ഒരാഴ്ച ക്യാപ്റ്റനായി ജോലി നോക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഒരു പണിയും എടുക്കില്ല എന്നും സ്വേച്ഛാധിപതിയായി അനീഷ് വളരെ വ്യക്തമായി കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ പറഞ്ഞു തീർത്തു.